ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫോണ്ടൻ കുക്കി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ. ഞാനിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് നീഡ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കണം. ഇനി ഈ സോഫ്റ്റാക്കിയ ഫോണ്ടൻറ്റിലേക്ക് ഒരു ഇച്ചിരി എടുക്കാനുള്ള, ഒത്തിരി കൂടിപ്പോരുത്, ഒരു ലൈറ്റായിട്ട് ബ്രൗൺ ജെൽ കളർ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനി നന്നായിട്ട് നീഡ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ അടുത്ത് എടുക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോയും ഒത്തിരി വേണ്ട, ലൈറ്റായിട്ടേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി ബ്രൈറ്റായി പോകും. ഇതും നന്നായിട്ട് നീഡ് ചെയ്ത് യോജിപ്പിക്കണം. നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാൻ തോന്നുവാണെങ്കിൽ മാർജിനോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഒന്ന് കയ്യിൽ തൊട്ടിട്ട് നീഡ് ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റിക്കിനെസ് പോയിക്കോളും. ഞാൻ ഒരു ദിവസം മുമ്പേ ബ്രൗൺ കമ്പേസ്റ്റ് എടുത്തിട്ട് അത് തിന്നായിട്ട് പരത്തി അതിനെ ഒന്ന് ഉണക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ പീസസ് അല്ല, ചെറിയ പീസസാണ് ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ നീഡ് ചെയ്ത് വെച്ചിരുന്ന ആ കമ്പേസ്റ്റിനകത്തോട്ട് ഈ ചെറിയ പൊടികൾ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കുക്കി ഉണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയും ഒരു ചോക്ലേറ്റിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ലേ, അപ്പം അങ്ങനെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് എടുത്ത് അത് നന്നായിട്ടൊന്ന് ഇതിനകത്ത് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ 2 ചോക്കോ ചിപ്പ് കുക്കി ഉണ്ടാക്കാനുള്ള അളവ് എടുത്തേക്കുന്നത്. അപ്പം 2 ഈക്വൽ പാർട്സായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തിയെടുക്കണം. നടുഭാഗത്ത് കുറച്ച് തിക്നെസ് വേണം, പിന്നെ സൈഡിലോട്ട് വരുമ്പം കുറച്ച് തിന്നായിട്ടിരിക്കണം. ഇതുപോലെ ചോക്ലേറ്റ് ചിപ്പ് കാണുമ്പോഴത്തേക്കും ഒന്ന് ഇതുപോലെ പൊട്ടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി ഒരു നല്ല എഫക്റ്റ് കിട്ടും. കറക്റ്റ് റൗണ്ട് വേണ്ട, ഒരിച്ചിരി അൺഈവനായിട്ടുള്ളൊരു ഷേപ്പ് മതി. ഇതുപോലെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റ് ചിപ്സും കൂടെ അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ആ ചോക്ലേറ്റ് ചിപ്പ് കുക്കിയുടെ ഒരു ഷേപ്പും ലുക്കും ഒക്കെ വന്നിട്ടില്ലേ. ഇനി അടുത്ത ചെയ്യുന്നത് ഫോയിൽ പേപ്പർ എടുത്ത് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഈ കുക്കിയുടെ മുകളിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി പരന്നു പോരുത്, കൂടുതലും സൈഡിൽ ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന എഫക്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലേ ഒരു അൺഈവൻ ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. എന്നാലേ നമുക്ക് ആ കുക്കിയുടെ ഒരു ഇത് ഒറിജിനൽ കുക്കിയാണെന്ന് മറ്റുള്ളവർക്ക് കണ്ടാൽ തോന്നുള്ളൂ. ഇനി അതിനൊന്ന് കളർ ചെയ്യണം. അതിന് ഞാനിവിടെ ബ്രൗൺ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെ മാത്രം ഡസ്റ്റ് ചെയ്താൽ മതി, ഫുൾ ഒന്നിച്ച് മുഴുവനോടെ ചെയ്യണ്ട. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. സൈഡിലാണ് കൂടുതൽ ഞാൻ യെല്ലോ കൊടുത്തേക്കുന്നത്, കാരണം കുക്കി ഇപ്പം നമ്മൾ ബേക്ക് ചെയ്യുവാണെങ്കിൽ മൊരിഞ്ഞ് വരത്തില്ലേ, അപ്പം അങ്ങനെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം മോൾ ഭാഗവും അടിയിലത്തെ ഭാഗവും തമ്മിലുള്ള കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമേ. ഇതിപ്പോൾ ഈസി അല്ലേ ഉണ്ടാക്കാൻ ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.